ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇനി ഞാൻ വന്നിട്ടുള്ളത് ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കനാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറുമാണ് അതിന്. പിന്നെ നമുക്ക് പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളെ വീട്ടിൽ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കണമൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങൻ്റെ നീരുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങൻ്റെ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒഴിച്ചിട്ടില്ല. അത് ഓപ്ഷനിലാണ് കേട്ടോ. ഉള്ളവർക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ചെയ്തിട്ട് ഇനി 1/2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് അതിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുള്ളൂ. അതിന് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ടിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു ലെഗ് പീസ് ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അച്ചൂസിനാണ്, അവന് കയ്യിൽ പിടിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്യാതെ അത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതൊന്ന് വറവായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആയാൽ മതി, നല്ലതുപോലെ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അത് മൊത്തം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ മെൽറ്റ് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, ഇല ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇതിൽ മൂത്ത് വരട്ടെ. ഇതൊന്ന് നമ്മൾ ഈ ബട്ടറിൽ വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അതിന്. ഇത് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഉള്ളികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നൈസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമ്മളെ ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഞാൻ 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. എരിവൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കുക ഉള്ളികളിൽ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിക്കന് മാഗ്നേറ്റ് ചെയ്തപ്പോഴൊക്കെ എരിവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കസൂരി മെന്തിയാണ്. അപ്പോൾ ഇത് ഉലുവൻ്റെ ഇല ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഓപ്ഷനിലാണ്, ഉള്ളവർ ഇട്ട് കൊടുക്കുക. ഇട്ടാൽ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ് അതിന് കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ബട്ടർ ചിക്കന് ടേസ്റ്റ് കൂട്ടുന്നത് ഈ അണ്ടിപ്പരിപ്പാണ്. അത് ഇതിലൊന്ന് വഴറ്റിയിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളെ കറി നല്ലതുപോലെ തിക്കായി കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇടുന്നത് കുരുമുളക് പൊടിയാണ്. എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു, അത് വീഡിയോ ഒന്ന് മിസ്സായി പോയതാണ്. അപ്പോൾ എല്ലാവരും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഈ വീഡിയോയിൽ ഉപ്പിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇതിന് ഉപ്പ് ആവശ്യമുണ്ടോ എന്നൊന്നും ആരും ചോദിക്കരുത് കേട്ടോ. ഉപ്പൊക്കെ ആവശ്യമുള്ളതാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കുക. നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ചൂട് പോയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ടാണ് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നത് കേട്ടോ. ഞാൻ അണ്ടിപ്പരിപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിക്കാവും. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചിക്കനിലൊക്കെ ഞാൻ ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ലൂസാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി വെള്ളം നമ്മൾ ആ മിക്സിയുടെ ജാറിന്ന് ചുവറ്റിയിട്ടൊന്ന് പാർന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഞാനിതിലേക്ക് ഇത്തിരി മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമുക്കൊന്ന് തിളച്ച് വന്നിട്ടാണ് ബാക്കിയിൽ ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ചേർക്കുന്നത് ഇത് തിളച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോണത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമാണ് കയ്യിലെങ്കിൽ അതാ ചേർത്താലും മതി. അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ച് കൊടുക്കുക. അതിന് പ്രത്യേക ടേസ്റ്റ് ആട്ടോ. നമ്മൾ ഈ ചിക്കനൊക്കെ ഇത് ചേർക്കുമ്പോൾ ക്രീമി രൂപത്തിലേക്കാരം. അപ്പോൾ നമുക്ക് പത്തിരിയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ റംസാൻ സ്പെഷ്യലായിട്ട് ചെയ്യുക, നമുക്ക് പത്തിരിയുടെ കൂടെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യണേ. അപ്പം വേറെ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതാണ്. അസ്സലാമു അലൈക്കും.